സംഘടനാ ബലം കൂട്ടുന്നതിൽ ഊന്നൽ നൽകി CPIM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസിന് ഇന്ന് മധുരയിൽ തുടക്കമാകും. മുതിർന്ന നേതാവ് ബിമൻ ബസു പതാക ഉയർത്തും. പ്രകാശ് കാരാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. PB അംഗം BV രാഘവലു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും. റഹീസ് റഷീദ് ചേരുന്നു വിവരങ്ങളുമായി. റഹീസ്, ഗുഡ് മോർണിംഗ്. മധുരയിൽ എങ്ങനെയുണ്ട് കാലാവസ്ഥയൊക്കെ? 8 മണിക്കാണ് നമ്മൾ ഈ പതാക ഉയർത്തുക എന്ന് കേൾക്കുന്നു. ഈ പാർട്ടി കോൺഗ്രസ് വേദിയൊക്കെ സജ്ജമാണല്ലോ അല്ലേ? ഇത് കണ്ടോ എല്ലാ അർത്ഥത്തിലും സജ്ജമാണ്. ഇനി പാർട്ടി കോൺഗ്രസ് പ്രതിനിധികൾ, നേതാക്കൾ എത്തി പരിപാടി തുടങ്ങിയാൽ മാത്രം മതി. നമ്മൾ നിൽക്കുന്ന ഈ ഹാളിലാണ് പാർട്ടി കോൺഗ്രസ് 6-ാം തീയതി വരെ പ്രതിനിധി സമ്മേളനം നടക്കുക. പ്രതിനിധി സമ്മേളനം നടക്കുന്നതിനുള്ള മറ്റ് ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളിയായി. ഇന്നലെ നമ്മൾ വൈകുന്നേരം പോകുമ്പോൾ കണ്ട കാഴ്ചയൊന്നുമല്ല, അടിപൊളിയായി അണിഞ്ഞൊരുങ്ങി ഈ ഹാള് എന്ന് തന്നെ പറയേണ്ടി വരും. 8 മണിക്കാണ് പതാക ജാഥ. ഇന്നലെ തന്നെ ഇവിടെ എത്തിയിരുന്നു. അതിനുശേഷം അത് ഏറ്റുവാങ്ങി ഇന്നത്തെ സമ്മേളന നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത് ഇന്നാണ്. രാവിലെ 8 മണിക്ക് പതാക ഏറ്റുവാങ്ങും. 8:30 മുതിർന്ന നേതാവായ ബിമൻ ബോസ് ഈ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തുന്നത്. അതിനുശേഷം മറ്റ് ചടങ്ങുകൾ, ഇവിടെ പാർട്ടിപരമായ ചടങ്ങുകളും മറ്റും നടക്കും. 10 മണിക്കാണ് പ്രതിനിധി ഉദ്ഘാടന സമ്മേളന സെഷൻ തുടങ്ങുക. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. സമ്മേളനത്തിൽ ഇടതു പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിമാർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. CPI-യുടെ, RSPയുടെ, ഫോർവേഡ് ബ്ലോക്കിൻ്റെ, CPIML-ൻ്റെയൊക്കെ നേതാക്കൾ ഇതിനെ അഭിസംബോധന ചെയ്യും. 811 പ്രതിനിധികളാണ്, 80 നിരീക്ഷകരടക്കം 811 പ്രതിനിധികളാണ് ഈ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് ഉറ്റുനോക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, EMS-ന് ശേഷം MA ബേബി CPM-ൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആകുമോ എന്നതാണ്. അതിനുള്ള എല്ലാ സാധ്യതകളുണ്ട്. ബേബി അത് പൂർണ്ണമായും ഇന്നലെ തള്ളിക്കളഞ്ഞെങ്കിൽ പോലും അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ബേബി അല്ലാതെ പുതുതായി ഒരാളാണ് പാർട്ടി സെക്രട്ടറി ആവുന്നതെങ്കിൽ MA ബേബിക്കാണ് കൂടുതൽ സാധ്യത. അതല്ല, നിലവിലുള്ള പ്രകാശ് കാരാട്ടിന് ഇളവ് നൽകി തുടരുകയാണോ, അതല്ലെങ്കിൽ വൃന്ദ കാരാട്ടിന് ഒരു വനിതാ മുഖമെന്ന സവിശേഷത കൂടി ഉള്ള ഒരു സാഹചര്യത്തിൽ വൃന്ദ കാരാട്ടിന് പ്രായപരിധിയിൽ ഇളവ് നൽകി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമോ എന്ന ചർച്ചകളൊക്കെ ഉണ്ട്. അതല്ലെങ്കിൽ കൂടുതൽ സാധ്യതയുള്ളത് MA ബേബി അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള അശോക് ധാവ്ളയ്ക്കാണ്. ധാവ്ളയെ സംബന്ധിച്ച് പാർട്ടിക്കകത്ത് കാരാട്ട് പിണറായി പക്ഷത്തിൻ്റെ ഒപ്പം നിന്ന ആളല്ല ഒരു കാലത്തും. യെച്ചൂരിക്കും VS ഒക്കെ നിന്നതുപോലെ യെച്ചൂരിക്കൊപ്പം നിന്ന ആളാണ് അശോക് ധാവ്ള. അതുകൊണ്ട് തന്നെ ധാവ്ളയ്ക്ക് വരാനുള്ള സാധ്യത, ആ ഒരു കാരണം കൊണ്ട് നമ്മൾ വലിയൊരു സാധ്യത കാണുന്നില്ല. മറ്റൊന്ന്, പോളിറ്റ് ബ്യൂറോയിലേക്ക് കേരളത്തിന് അധിക പ്രാതിനിധ്യം നൽകുമോ? നിലവിൽ 4 അംഗങ്ങളാണ് PB-യിലേക്ക് കേരളത്തിൽ നിന്നുള്ളത്. അതിനപ്പുറം 6 പേർ പ്രായപരിധിയുടെ പേരിൽ ഒഴിയുന്ന സാഹചര്യത്തിൽ കേരളത്തിന്, പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ പാർട്ടി ഭരിക്കുന്ന കേരളത്തിന് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുക എന്നൊരു തീരുമാനം വന്നിട്ട് 1-2 അധിക പ്രാതിനിധ്യം കേരളത്തിന് കിട്ടുമോ? അങ്ങനെ കിട്ടുകയാണെങ്കിൽ വനിതാ പ്രാതിനിധ്യം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു വനിത എന്ന നിലയിൽ KK ശൈലജ ടീച്ചർ വരുമോ എന്ന കാര്യം അറിയേണ്ടതുണ്ട്. PB-യിലുള്ള 2 വനിതകളും 75 വയസ്സ് കഴിയുന്ന ആളുകളാണ്, വൃന്ദ കാരാട്ടും സുഭാഷിണി അരിയും. സ്വാഭാവികമായിട്ട് പുതിയ വനിതകൾ വരണം. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അശോക് ധാവ്ളയുടെ ജീവിത പങ്കാളി മറിയം ധാവ്ള വരാനുള്ളൊരു സാധ്യതയുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗം U വാസുകി വരാനുള്ള സാധ്യതയുണ്ട്. അതിനൊപ്പമാണ് KK ശൈലജയുടെ പേരും പറഞ്ഞു കേൾക്കുന്നത്. ഇന്ന് അവതരിപ്പിക്കേണ്ട പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ട് ഇന്നലെ തന്നെ മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നു. കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ പാർട്ടിയുടെ വളർച്ച ദയനീയമാണ് എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. തിരിച്ചു വരാൻ പറ്റാത്ത തരത്തിൽ ത്രിപുരയിലും ബംഗാളിലും തകർന്നു. ആ തകർച്ച മറ്റ് സ്ഥലങ്ങളിൽ, പാർട്ടി ചെറിയ തോതിലെങ്കിലും ഉണ്ടായിരുന്ന മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിലും ആ ത്രിപുരയിലെയും ബംഗാളിലെയും തകർച്ച ബാധിച്ചു എന്നാണ് പറയുന്നത്. ഒപ്പം കേരളത്തിലെ സംഘടനാ പ്രവർത്തനങ്ങൾ, നമ്മൾ എടുത്തു പറയേണ്ട ഈ ആശാ വർക്കർമാരുടെ കാര്യമൊക്കെ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കേരളത്തിൽ നടക്കുന്ന സമരത്തിൻ്റെ പശ്ചാത്തലത്തിലൊന്നുമല്ല, സ്കീം വർക്കേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ ആശാ വർക്കർമാരെ പാർട്ടിക്കൊപ്പം നിർത്താൻ കഴിയുന്നില്ല പൂർണ്ണമായും എന്നൊരു സ്വയം വിമർശനവും ഈ സംഘടനാ റിപ്പോർട്ടിലുണ്ട്. റോഷ്നി. ശരി, റഹീസ് റഷീദാണ് മധുരയിൽ നിന്ന് പാർട്ടി കോൺഗ്രസിന്റെ വിശേഷങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചത്.